നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വിനേഷ് ഫോഗട്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു ഇന്ത്യൻ താരമായിരുന്നു. എന്നാൽ അവർക്ക് ഉണ്ടായ ആ അവഗണനയും അയോഗ്യതയും ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരെ അവരൊരു അപ്പീല് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കായിക കോടതിയിലെ നിയമ പോരാട്ടത്തിൽ ഒരു വിജയം ലഭിക്കുവാൻ വേണ്ടി ഭാരക്കൂടുതൽ കാരണമാണ് താൻ അയോഗ്യയാക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. എന്നാൽ രാജ്യാന്തര കായിക കോടതി തനിക്ക് അനുകൂലമായ ഒരു വിധി പറയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവരിയ്ക്കുന്നത്. ഈ വെള്ളിയാഴ്ച വിധി പറയുന്ന ദിവസമാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലുള്ളവരും അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലുമൊക്കെ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒളിമ്പിക്സിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നും നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവനകൾ പുറത്തു വന്നതും ശ്രദ്ധിക്കുവാനിടയായി. അത് ഒരിക്കലും ഫോഗട്ടിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളല്ല അവരിൽ നിന്ന് വരാനായിട്ട് ഇടയായിട്ടുള്ളത്. ഓരോ കാരണത്താലും താരങ്ങൾ അയോഗ്യരാക്കപ്പെടരുത്. അവർക്കതിനുള്ള മതിയായ പരിശീലനങ്ങളും അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കായിക അഭ്യസനങ്ങളുമെല്ലാം അവർക്ക് കൃത്യമായി ലഭിക്കണം. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഒളിമ്പിക്സ് ടീം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു വാക്കാലെങ്കിലും ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും മനുഷ്യന് കഴിയാതെ പോകുന്നൊരു കാര്യവും അതാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ധാരാളം ആളുകളുണ്ട്. നല്ലൊരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയുവാനോ ഒരു നല്ല വാക്ക് പറയുവാനോ പലപ്പോഴും മനുഷ്യന് കഴിയാതെ പോകും. കൂടെ നിൽക്കുന്നവരെ അവസരം വരുമ്പോൾ തള്ളിപ്പറയുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ. അതിന് ചിലരൊക്കെ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വളരെ ശ്രദ്ധയോടെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവരുടെ അയോഗ്യത മാറി അവർക്കൊരു യോഗ്യത ലഭിച്ചു എന്നുള്ളൊരു വാർത്ത ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രതീക്ഷയോടെ നോക്കിക്കാണാം. നന്ദി, നമസ്കാരം.